Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്ന LDC വേരിയസ് കാറ്റഗറി നമ്പർ 503/2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു അനാലിസിസും അതുപോലെ തന്നെ കഴിഞ്ഞ 207/2019 റാങ്ക് ലിസ്റ്റിലെയും 503/2023 ആ റാങ്ക് ലിസ്റ്റും തമ്മിലുള്ള ആൾക്കാരുടെ വ്യത്യാസം, പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം അഡ്വൈസ് ഇന്ന് വരെ പോയിട്ടുണ്ട്, അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തിരുവനന്തപുരത്ത് ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ, എത്രത്തോളം ആൾക്കാർ കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്ത് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും തമ്മിൽ മെയിൻ ലിസ്റ്റ് വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ടോട്ടൽ വരുമ്പോഴത്തേന് 20 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലിമെന്റ് ലിസ്റ്റിലാണ് അവിടെ ആൾക്കാർ കുറഞ്ഞത്. കൊല്ലത്ത് 2 പേര് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 2 പേര് കുറഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്റ് ലിസ്റ്റോട് ചേർത്തിട്ട് 7 പേര് കുറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മെയിൻ ലിസ്റ്റ് ആൾക്കാർ വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അത് തന്നെയാണ് റാങ്ക് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. അവിടെ ടോട്ടൽ വരുമ്പോഴത്തേന് 8 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആലപ്പുഴയിൽ ഒരാൾ, മെയിൻ ലിസ്റ്റിൽ ഒരാൾ കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വരുമ്പോഴത്തേന് 10 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് 3 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നോക്കുമ്പോൾ 18 പേരാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഇടുക്കിയിൽ ഒരാൾ കുറഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ നോക്കുമ്പോഴത്തേന് 11 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. എറണാകുളത്ത് ആരും കുറഞ്ഞിട്ടില്ല. കറക്റ്റ് ഷോർട്ട് ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റിലെ എണ്ണം തുല്യമാണ്. ടോട്ടൽ നോക്കുമ്പോൾ 17 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തൃശ്ശൂർ 3 പേര് മെയിൻ ലിസ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നോക്കുമ്പോൾ 13 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. പാലക്കാട് നോക്കുമ്പോൾ പാലക്കാട് വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും സെയിമാണ്, മെയിൻ ലിസ്റ്റ് സെയിമാണ്. 11 പേരാണ് അവിടെ ടോട്ടൽ കുറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്ത് 3 പേര് മെയിൻ ലിസ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നോക്കുമ്പോഴത്തേന് 8 പേരാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ടോട്ടൽ 7 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. വയനാട് വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ 5 പേര് അവിടെ ടോട്ടൽ കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂര് ഒരാളാണ് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റിലെയും മെയിൻ ലിസ്റ്റ് തമ്മിൽ വ്യത്യാസമുള്ളത്. ടോട്ടൽ ഒന്നും കുറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ DAയിൽ കുറച്ച് പെർസെന്റേജ് ആഡ് ചെയ്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഇനി കാസർഗോഡ് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും തമ്മിൽ മെയിൻ ലിസ്റ്റിൽ വ്യത്യാസം സംഭവിച്ചിട്ടില്ല. പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ 4 അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ നോക്കുമ്പോഴത്തേന് ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 9,959 ആണ്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേക്കും 9,945 പേര് 14 ജില്ലയിലും ചേർത്തിട്ട് ടോട്ടൽ 139 പേരാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ ടോട്ടൽ 14 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സപ്ലിമെന്റ് ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ടേബിൾ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മൾ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 207/2019 503/2019 ഇത് തമ്മിലുള്ള റാങ്ക് ലിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് പുതിയ ലിസ്റ്റിൽ 1079 പേരാണുള്ളത്. പഴയ ലിസ്റ്റിൽ 1438 പേര്, അതായത് മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് OCയിൽ 841 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 1259 ആണ്. അത് പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും തമ്മിൽ 359 പേരുടെ കുറവാണ് വന്നിരിക്കുന്നത്. അത് മെയിൻ ലിസ്റ്റ് മാത്രം. കൊല്ലത്ത് പുതിയ ലിസ്റ്റിൽ 684 പേരുണ്ട്. പഴയ ലിസ്റ്റിൽ 808 പേരാണ് ഉള്ളത്. അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 556 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അവിടെ അഡ്വൈസ് 867 ആണ്. കൊല്ലത്ത് കഴിഞ്ഞ ലിസ്റ്റിനെക്കാട്ടിലും 124 പേരാണ് കുറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പുതിയ ലിസ്റ്റിൽ 552 പേര്, പഴയ ലിസ്റ്റിൽ 571 പേര്. അവിടെ OC 398 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 652. കഴിഞ്ഞ ലിസ്റ്റും പുതിയ ലിസ്റ്റുമായിട്ട് 19 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ആലപ്പുഴയിൽ പുതിയ ലിസ്റ്റിൽ 593 പേര്, പഴയ ലിസ്റ്റിൽ 704 പേര്, OCയിൽ 469 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 738 ആണ്. 111 പേരാണ് ആലപ്പുഴയിൽ കുറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് പുതിയ ലിസ്റ്റിൽ 639 പേര്, പഴയ ലിസ്റ്റിൽ 844 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 503 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 770 ആണ്. പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും 205 പേരുടെ കുറവാണ് കോട്ടയത്ത് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ 552 ആണ് പുതിയ ലിസ്റ്റിലുള്ളത്. പഴയ ലിസ്റ്റിൽ 581 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 404 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 570 ആണ്. 29 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 987 ആണ് പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളത്. പഴയ റാങ്ക് ലിസ്റ്റിൽ 1182 പേര്. ഇപ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത് 842 റാങ്ക് OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 1198 ആണ്. ടോട്ടൽ അഡ്വൈസ് 195 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂർ 895 ആണ് പുതിയ ലിസ്റ്റിലുള്ള ആൾക്കാർ. പഴയ ലിസ്റ്റിൽ 1038 പേരുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 699 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 1023 ആണ്. 143 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പാലക്കാട് 721 ആണ് പുതിയ ലിസ്റ്റിലുള്ളത്. പഴയ ലിസ്റ്റിൽ 959 പേരുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 617 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 923 ആണ്. 238 പേരുടെ കുറവാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, മലപ്പുറത്ത് പുതിയ ലിസ്റ്റ് 931 പേര്, പഴയ ലിസ്റ്റ് 994 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 756 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 1065 ആണ്.
63 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. കോഴിക്കോട് പുതിയ ലിസ്റ്റിൽ 811 പേര്, പഴയ ലിസ്റ്റിൽ 987 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 602 ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 907 ആണ്. 176 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. വയനാട് പുതിയ ലിസ്റ്റിൽ 339 പേര്, പഴയ ലിസ്റ്റിൽ 372 പേര്. ഹൗസിൽ നിന്ന് 248 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 382 ആണ്. 33 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. കണ്ണൂർ 818 ആണ് പുതിയ ലിസ്റ്റിലുള്ളത്, പഴയ ലിസ്റ്റിൽ 960 പേര്. ഹൗസിൽ നിന്ന് 632 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 942 ആണ്. 142 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് പുതിയ ലിസ്റ്റിൽ 344 പേരാണ്, പഴയ ലിസ്റ്റിൽ 530 പേരാണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 250 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 396 ആണ്. 186 പേരുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും, പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും തമ്മിൽ എല്ലാ ജില്ലയിലും കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. 359 പേരുടെ കുറവാണ് പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 841 പോസ്റ്റ് വരെയാണ് അവിടെ പോയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വേക്കൻസി, പല ജില്ലയിലും വേക്കൻസി ആഡായിട്ടുണ്ട്. സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് വരുന്നതോറും കുറച്ചുകൂടെ ഹൗസിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്, ടോട്ടൽ അഡ്വൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഏകദേശം വരുന്നത് കൊണ്ടാണ് എല്ലാ ജില്ലയിലും ആൾക്കാരുടെ എണ്ണം കുറച്ചിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം പഴയ ലിസ്റ്റ് ടോട്ടൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ 11,968 പേരാണ്. പുതിയ ലിസ്റ്റിൽ വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 9,945 പേര്. 2023 പേരുടെ ടോട്ടൽ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് പുതിയ ലിസ്റ്റും പഴയ ലിസ്റ്റും തമ്മിലുള്ള ജസ്റ്റ് ഒരു അനാലിസിസ്. അപ്പോൾ ഇനി നമുക്ക് വേക്കൻസി, ഇനിയിപ്പം പല ജില്ലയിലും 207/2019 എന്ന് പറയുന്ന ലിസ്റ്റിൽ വേക്കൻസി ആഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഡെമോ അട്രാക്ഷൻ ചാർട്ട് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ പ്രൊഫഷണൽ വേക്കൻസി ആയിട്ട് പല ജില്ലയിലും വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.